ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു മാസ്റ്റർ ട്രഷറി. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വാട്ട് ആർ സൈഡ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൈഡ്സ്, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് സൈഡ്സ്, കുറച്ച് കണക്കുകളൊക്കെ ചെയ്തു. അപ്പോൾ ഇനിയും മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് സൈഡ്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിന് കുറച്ച് നിയമങ്ങൾ, ലോസ് ഓഫ് സൈഡ്സ് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ലോസ് ഓഫ് സൈഡ്സ് മനസ്സിലാക്കുന്നതിനായിട്ട് ലോസ് ഓഫ് ഇൻഡിസസ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതെന്താണെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താം. നമുക്കറിയാം 4+4+4 എന്ന് പറയുന്നത് 3×4 എന്നാണ് എഴുതുന്നത്. റിപ്പീറ്റഡ് അഡീഷൻ വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷനായിട്ട് എഴുതാം. എന്നാൽ 4×4 എന്ന് വന്നാൽ നമ്മളതിന് 4⁻³ എന്ന് പവറായിട്ട് എഴുതുന്നു. ഇവിടെ 4 ബേസ് എന്ന് പറയും, 3 എക്സ്പോണൻ്റ് ഓർ ഇൻഡെക്സ് എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ ഇതിപ്പോൾ തേർഡ് പവർ ഓഫ് 4 എന്നാണ് പറയുന്നത്. ഇപ്പോൾ A⁻n എന്ന് എഴുതിയതിൻ്റെ അർത്ഥം n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്നാണ്. n ടൈംസ് A ബേസും n എക്സ്പോണൻ്റ് ഓർ ഇൻഡെക്സ്. ഇപ്പോൾ ലോസ് ഓഫ് ഇൻഡിസസ് പ്ലൂറൽ ഫോം ഓഫ് ഇൻഡെക്സ്, ലോസ് ഓഫ് ഇൻഡിസസ് ഓർ ലോസ് ഓഫ് എക്സ്പോണൻസ്. ഒന്നാമത്തത് A⁻m ഇൻറ്റു A⁻n ഈസ് ഈക്വൽ ടു A⁻m+n. ഈ രണ്ട് എക്സ്പോണൻ്റ് കൂടി കൂട്ടുന്നതാണ് ഈ പ്രോഡക്റ്റിൻ്റെ എക്സ്പോണൻ്റ്. നമുക്ക് ജസ്റ്റ് സംഖ്യകളെടുത്ത് നോക്കിയാൽ 7⁻³ ഇൻറ്റു 7⁻². എങ്ങനെ വരും? 7⁻³ മീൻസ് 7 × 7 × 7. 7 ഇൻറ്റു 7⁻² മീൻസ് 7 × 7. ഇപ്പോൾ ടോട്ടൽ 5 sevens ഉണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ 7⁻5, അതായത് 3ഉം 2ഉം കൂടെ ആഡ് ചെയ്ത് വരുന്നതായിട്ട് ആണ് ആ പ്രോഡക്റ്റിൻ്റെ എക്സ്പോണൻ്റ്. അതുകൊണ്ടാണ് അപ്പോൾ A⁻m ഇൻറ്റു A⁻n, A⁻m+n. ഇവിടെ m ടൈംസ് ഉണ്ട്, ഇവിടെ n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്ര ടൈംസ് വരും? എമ്മും എന്നും കൂടെ ആഡ് ചെയ്യുന്ന ടൈംസ് വരും, അല്ലേ? അതായത് m+n ടൈംസ്. അതാണ് ഫസ്റ്റ് ലോ. സെക്കൻഡ് ഈസ് A⁻n ഡിവൈഡഡ് ബൈ A⁻n, ഡിവിഷൻ. ഇവിടെ ബേസ് ഒരുപോലെയാണ്. A⁻m ഡിവൈഡഡ് ബൈ A⁻n, ഇവിടെയും ബേസ് ഒരുപോലെയാണ്. അപ്പോൾ ബേസ് ഒരുപോലെ വരുമ്പോൾ ഇവിടെ വരുന്നത് m ടൈംസും ഇവിടെ താഴെ n ടൈംസുമാണ്. ഇപ്പോൾ മുമ്പത്തെ പോലെ 7⁵/7⁵3. ഇതാണെങ്കിൽ 7 × 7 × 7 × 7 × 7 5 ടൈംസ് ഡിവൈഡഡ് ബൈ 7 × 7 × 7 3 ടൈംസ്. ഇത് വെട്ടിപ്പോകും. 2 ഈ 3 വെട്ടി, ബാക്കി പിന്നെ 7² ആണ് വരുന്നത്. 2 ഉണ്ട്, 2 ടൈംസ് ഉണ്ട്. അപ്പോൾ 7² ആണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ന്യൂമറേറ്ററിൻ്റെ എക്സ്പോണൻറ്റിൽ നിന്ന് ഡിനോമിനേറ്ററിൻ്റെ എക്സ്പോണൻറ്റ് സബ്ട്രാക്ട് ചെയ്താൽ മതി. 5 - 3 ഈസ് ഈക്വൽ ടു 2. അപ്പോൾ ഇവിടെ A⁻m നിന്ന് n സബ്ട്രാക്ട് ചെയ്യുന്നതാണ് അവിടുത്തെ എക്സ്പോണൻറ്റ്. A⁻m ബൈ A⁻n ഈസ് ഈക്വൽ ടു A⁻m - n. അതാണ് സെക്കൻഡ് റോ. അപ്പോൾ അവിടെ ഇങ്ങനെ കേസ് വരാമല്ലോ. 7⁻³ ബൈ 7⁻5 ഇങ്ങനെ വരാം. അപ്പോൾ ഈ കേസിൽ എന്താകും? 7 × 7 × 7 എന്നാണ് ന്യൂമറേറ്ററിൽ. 7 × 7 × 7 × 7 × 7 5 ടൈംസ്. അപ്പോൾ 3 sevens അങ്ങ് പോയി കിട്ടും. ബാക്കി 7 × 7 ഡിനോമിനേറ്ററിലാണ്. അപ്പോൾ 1/7² എന്നാകും. 1/7². അപ്പോൾ ഇവിടെ ഈ റൂൾ അനുസരിച്ചാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇത് എഴുതേണ്ടത്? ഈ റൂൾ അനുസരിച്ചാണെങ്കിൽ 3 - 5 എന്നാണ് വരുന്നത്. അതായത് 7⁻³ - 5 എന്നാണ് നമുക്ക് എഴുതേണ്ടത്. 7⁻³ - 5 എന്ന് പറയുന്നത് 1/7²
7² എന്ന് ആണ് കിട്ടുന്നത്. ഡിനോമിനേറ്ററിൽ 7² വരുന്നു. അപ്പോൾ 7⁻³ - 5 ഈസ് ഈക്വൽ ടു 1/7². നമുക്കറിയാം 3 - 5 ഈസ് 7⁻² എന്നാണ് അപ്പോൾ ഇവിടെ കിട്ടുന്നത്. 7⁻² ഈസ് ഈക്വൽ ടു 1/7² എന്ന് വരുന്നു. അപ്പോൾ നോക്കിക്കേ 7⁻² ഇവിടുത്തെ എക്സ്പോണൻറ്റ് -2 എന്നത് 1/7² എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഡിവിഷൻ ഈ റൂൾ അനുസരിച്ച് ചെയ്യുക. ഇനി വലുത് ചെറുത് അങ്ങനെ വരികയാണെങ്കിൽ ദാറ്റ് ഈസ് a⁻n എന്ന് പറയുന്നത് 1/a⁻n. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ റൂളായിട്ട് a⁻n ഈസ് ഈക്വൽ ടു 1/a⁻n എന്ന് എഴുതാം. അപ്പോൾ നമുക്കിത് തേർഡ് റൂളായിട്ട് a⁻n ഈസ് ഈക്വൽ ടു 1/a⁻n എന്ന് എഴുതാം. ഓക്കെ, ദെൻ ഇതിനി ഈക്വൽ കേസ് വരാമല്ലോ. ബേസ് ഒരുപോലെ വന്നിട്ട് എക്സ്പോണൻറ്റ് ഈക്വലായിട്ട് 7⁵5/7⁵5 അങ്ങനെ വരാം. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 7 5 ടൈംസ് മുകളിൽ 7 ഡിനോമിനേറ്ററിലും 5 ടൈംസ്. അപ്പോൾ ഇതെല്ലാം വെട്ടിപ്പോകും അല്ലേ, എല്ലാം വെട്ടി. ദാറ്റ് മീൻസ് ദ റൈറ്റ് സൈഡ് ഈസ് 1. ഹിയർ ബൈ ദിസ് ലോ, ഈ നിയമം അനുസരിച്ച് ദിസ് ഈസ് 5 - 5 ആണ് എക്സ്പോണൻറ്റ്. 7⁵5 - 5 അല്ലേ, ദാറ്റ് ഈസ് 7�0 ആണ് 1. നമുക്ക് എക്സ്പോണൻറ്റ് 0 വന്നാൽ ദ ആൻസർ ഈസ് 1. അപ്പോൾ നമുക്ക് മറ്റൊരു ലോയുടെ എഴുതാം a⁻0 ഈസ് ഈക്വൽ ടു 1. അപ്പം ഏത് ബേസ് ഏതായാലും എക്സ്പോണൻറ്റ് 0 ആണെങ്കിൽ ആൻസർ ഈസ് 1. അതായത് a⁻0 ഈസ് ഈക്വൽ ടു 1. ഏത് നമ്പർ ആയാലും ശരി a⁻0 ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പോൾ ഫോർത്ത് റൂളായിട്ട് നമുക്ക് എന്തെഴുതാം, a⁻0 ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് fifth one, ab the whole raised to n. ab the whole raised to n is equal to n times ab മൾട്ടിപ്ലൈ ചെയ്യണമെന്നല്ലേ, ab ഇൻറ്റു ab ഇൻറ്റു ab ഇൻറ്റു എക്സെട്രാ n ടൈംസ് എന്നാണ്. ദാറ്റ് മീൻസ് എ ബി എന്ന് പറഞ്ഞാൽ a ഇൻറ്റു ബി, a ഇൻറ്റു ബി, a ഇൻറ്റു ബി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എ എത്ര ടൈംസ് വരും, n ടൈംസ് വരും. അപ്പോൾ a⁻n എന്ന് എ തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ എയുടെ പ്രോഡക്റ്റ് തന്നെ a⁻n ആണ്. പിന്നെ ബിയുടെ പ്രോഡക്റ്റ് ബിയും ഉണ്ട് n ടൈംസ്, സോ b⁻n ആണ് അതിൻ്റെ പ്രോഡക്റ്റ്. അപ്പോൾ ab the whole raised to n എന്ന് പറയുമ്പോൾ a⁻n b⁻n ഓരോ ഫാക്ടറിൻ്റെയും raised to n എടുക്കണം. ഓക്കെ, a/b the whole raised to n, a/b the whole raised to n അതെങ്ങനെ വരും, a/b ഇൻറ്റു a/b ഇൻറ്റു a/b ഇൻറ്റു എക്സെട്രാ n ടൈംസ്. അപ്പം മുകളിൽ n ടൈംസ് ഉണ്ട്. ദാറ്റ്സ് ഈക്വൽ ടു a ഇൻറ്റു n ടൈംസ്. താഴെ ഡിനോമിനേറ്ററിൽ b ഇൻറ്റു b ഇൻറ്റു b ഇൻറ്റു എക്സെട്രാ n ടൈംസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ a⁻n വരും ന്യൂമറേറ്ററിൽ, ഡിനോമിനേറ്ററിൽ b⁻n. ഓക്കെ, അപ്പോൾ a/b the whole raised to n ഈസ് ഈക്വൽ ടു a⁻n ബൈ b⁻n. അതായത് ന്യൂമറേറ്ററിന് ന്യൂമറേറ്ററിൻ്റെ എന്ത് പവർ ബൈ ഡിനോമിനേറ്ററിൻ്റെ എന്ത് പവർ. ഓക്കെ, അതാണ് സിക്സ്ത് വൺ. സിക്സ്ത് വൺ ഈസ് a/b the whole raised to n is equal to a⁻n by b⁻n. Okay, a⁻m the whole raised to n is equal to a⁻m into n, അതായത് mn, a⁻m into n. ഈ റൂള്, അതായത്
ഇപ്പോൾ 7 ക്യൂബ് ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 7 ക്യൂബ് 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണമെന്നാണ് അതിൻ്റെ അർത്ഥം. 7 ക്യൂബ് ഇൻറ്റു 7 ക്യൂബ് എന്നല്ലേ. ദാറ്റ് ഈസ് ഈ നിയമം അനുസരിച്ചാണെങ്കിൽ ഈ എക്സ്പൊണൻറ്റ് ഇത് തമ്മിൽ കൂട്ടിയാൽ പോരെ. a⁻m ഇൻറ്റു a⁻n വെച്ചാണെങ്കിൽ 7�6 എന്ന് വരും അല്ലേ. അപ്പോൾ ഈ 3യും 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ എക്സ്പൊണൻറ്റ് 6 കിട്ടും. അപ്പോൾ അതാണ് ഈ റൂള്. a⁻m ദ ഹോൾ റേസ് ടു n ഈസ് ഈക്വൽ ടു a⁻m ഇൻറ്റു n mn. ദാറ്റ് ഇസ് ദ 7th റൂൾ. ഇത്രയുമാണ് ലോസ് ഓഫ് ഇൻഡിസസ്. ലോസ് ഓഫ് സെറ്റ്സ്. ഇപ്പോൾ nth റൂട്ട് ഓഫ് എ എന്താണ് അതിൻ്റെ മീനിങ്? ദ മീനിങ് ഈസ് വിച്ച് നമ്പർ ഈസ് ടു ബി മൾട്ടിപ്ലൈഡ്. n times to get a. കിട്ടാൻ ഏത് നമ്പറിനെ n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ആ നമ്പറാണ് അതിൻ്റെ nth റൂട്ട് ഓഫ് എ എന്ന് പറയുന്നത്. അപ്പോൾ 4th റൂട്ട് ഓഫ് 16 എന്ന് പറഞ്ഞാൽ ഈ 16 കിട്ടുന്നതിന് ഈ 4 ടൈംസ് ഏത് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഏത് നമ്പറിനെ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ 16 കിട്ടും? 2 അല്ലേ. അതായത് 4th റൂട്ട് ഓഫ് 16 നമ്മൾ 2 4 തവണ എഴുതാം. അപ്പോൾ നമുക്ക് 16 കിട്ടും. അപ്പോൾ അതിൻ്റെ അർത്ഥം അതിൻ്റെ 4th റൂട്ട് എന്ന് പറയുന്നത് 16ൻ്റെ 4th റൂട്ട് ഈസ് 2 എന്നാണ്. അതാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പവറിലെഴുതാം. nth റൂട്ട് ഓഫ് എ. nth റൂട്ട് ഓഫ് എ എന്ന് പറയുന്നത് പവറിൽ എഴുതണമെന്നുണ്ടെങ്കിൽ ഏതോ ഒരു നമ്പർ റേസ് ടു എത്ര പ്രാവശ്യം? n ടൈംസ് ചെയ്യുമ്പോൾ എ കിട്ടണം അല്ലേ. അപ്പോൾ ഇവിടെ ഏതാണ് വരുന്നത്? ഇവിടുത്തെ നമ്പർ ഏതാണ്? എ എന്ന് പറയുന്നത് ഇവിടുത്തെ എക്സ്പൊണൻറ്റ്. ഇത് റേസ് ടു 1. എ എന്ന് പറയുമ്പോൾ റേസ് ടു 1 തന്നെയാണ്. അപ്പോൾ n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 കിട്ടണം എന്ന് പറയുമ്പം ഇവിടെ ഒരു നമ്പറിൻ്റെ ഏത് നമ്പർ എഴുതി അതിനെ റേസ് ടു n എഴുതിയാൽ എ കിട്ടണം എന്നുള്ളതാണ്. നമുക്കറിയാം എ തന്നെ ഇവിടെ വരികയാണെങ്കിൽ എ റേസ് ടു ഇവിടെ n ഇവിടെ ഒരു നമ്പർ എഴുതാം ഈക്വൽ ടു എ റേസ് ടു 1 കിട്ടണമെന്നുണ്ടെങ്കിൽ എ റേസ് ടു എത്ര എഴുതിയാൽ ഇവിടെ 1 കിട്ടും. നമ്മുടെ ലാസ്റ്റ് 7th റൂൾ അനുസരിച്ച് ഇവിടെ 1 കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നിനെ ഏതുകൊണ്ട് ഗുണിച്ചാലും 1 കിട്ടാൻ എന്നിനെ 1 അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് 1 കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്കപ്പോൾ 1/n എന്ന് എഴുതിയാൽ 1/n ഇൻറ്റു n 1 ആകും അല്ലേ. അപ്പോൾ ഈ നമ്പറാണ് ദിസ് നമ്പർ a raised to 1/n is to be multiplied n times to get a. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇപ്പോൾ nth റൂട്ട് ഓഫ് എ എന്ന് പറയുന്നത് നമുക്കപ്പോൾ എന്തായിട്ട് എഴുതാം? a raised to 1/n എന്ന് എഴുതാം അല്ലേ. a raised to 1/n എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ nth റൂട്ട് ഓഫ് എ ഈസ് ഈക്വൽ ടു a raised to 1/n. ഇതാണ് ഒരു നിയമം. nth റൂട്ട് ഓഫ് എ ഈസ് ഈക്വൽ ടു a raised to 1/n. a raised to 1/n എന്നുള്ളതിൻ്റെ ഈ രൂപം ഓർത്തിരി. ഇത് പരസ്പരം നമുക്ക് ആവശ്യമായിട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ രൂപത്തിലായിരിക്കും തരുന്നത്. ചിലപ്പോൾ ഇതിൽ തരും. ഏത് രീതിയിൽ വന്നാൽ ഇങ്ങനെയാണ് തന്നിരിക്കുന്നതെങ്കിൽ ഇതാണ് അതിൻ്റെ അർത്ഥം, മീനിങ്. ഇങ്ങനെയാണെങ്കിൽ ഇതാണ് അതിൻ്റെ മീനിങ്. പവറിൽ എത്ര എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇനി അടുത്തത് ഫസ്റ്റ് അപ്പോൾ റൂളായിട്ട് നമുക്കത് എഴുതാം. nth റൂട്ട് ഓഫ് എ ഈസ് ഈക്വൽ ടു a raised to 1/n. അടുത്തത് nth റൂട്ട് ഓഫ് എ ബി. രണ്ട് നമ്പറിൻ്റെ പ്രോഡക്റ്റുകളുടെ എടുത്തിട്ട് അതിൻ്റെ nth റൂട്ട് എന്ന് പറയുമ്പോൾ ബൈ ദിസ് ലോ ഈ നിയമം വെച്ചിട്ടാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? a b raised to 1/n എന്ന് എഴുതാം
അല്ലേ? എ ബി റേസ് ടു 1/n. നമുക്കറിയാം ആ ലോസ് ഓഫ് ഇൻഡിസസിൽ ഒരു റൂളാണ് എ ബി ദ ഹോൾ റേസ് ടു n ഈക്വൽ ടു എ റേസ് ടു n ബി റേസ് ടു n. അപ്പോൾ അതുപോലെ ഇത് ഇങ്ങനെ എഴുതാം, എ റേസ് ടു 1/n ബി റേസ് ടു 1/n എന്ന് എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു എ റേസ് ടു 1/n റൂട്ട് ഇട്ട് എഴുതിയാൽ എന്തെഴുതാം? എന്ത് റൂട്ട് ഓഫ് എ ഇൻറ്റു എന്ത് റൂട്ട് ഓഫ് ബി എന്നെഴുതാം. അപ്പോൾ എന്ത് റൂട്ട് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു എന്ത് റൂട്ട് ഓഫ് എ ഇൻറ്റു എന്ത് റൂട്ട് ഓഫ് ബി. അതാണ് സെക്കൻഡ്. എന്ത് റൂട്ട് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു എന്ത് റൂട്ട് ഓഫ് എ ഇൻറ്റു എന്ത് റൂട്ട് ഓഫ് ബി. സെക്കൻഡ് വൺ. തേർഡ് വൺ ഈസ് എന്ത് റൂട്ട് ഓഫ് എ ബൈ ബി. എന്ത് റൂട്ട് ഓഫ് എ ബൈ ബി. അത് നമ്മൾ ഈ റൂൾ അനുസരിച്ച് എ ബൈ ബി ദ ഹോൾ റേസ് ടു n 1/n എന്നെഴുതാം. എ ബൈ ബി ദി ഹോൾ റേസ് ടു 1/n. നമുക്കറിയാം എ ബൈ ബി ദ ഹോൾ റേസ് ടു n ന്യൂമറേറ്ററിൻ്റെ റേസ് ടു n അങ്ങനെ അങ്ങ് എഴുതാം. റൂൾ അതാണ്. അപ്പോൾ അതുപോലെ ഇവിടെ എ റേസ് ടു 1/n ബൈ ബി റേസ് ടു 1/n. ഓക്കെ. അപ്പോൾ എ ബൈ ബി ദ ഹോൾ റേസ് ടു 1/n എന്നുള്ളത് എങ്ങനെ എഴുതാം? എ റേസ് ടു 1/n ബൈ ബി റേസ് ടു 1/n. അപ്പം ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും പ്രത്യേകം റേസ് ടു 1/n എന്ന് ആക്കി എഴുതാം. ദാറ്റ് മീൻസ് ഇത് റൂട്ടിട്ട് എഴുതരുതോ? എന്ത് റൂട്ട് ഓഫ് എ ബൈ ഇതെങ്ങാണ് എന്ത് റൂട്ട് ഓഫ് ബി എന്നാണ്. അപ്പോൾ നമുക്ക് തേർഡ് റൂൾ ഈസ് ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററും പ്രത്യേകം എന്ത് റൂട്ട് ഇട്ട് എഴുതാം എന്നുള്ളതാണ് തേർഡ് വൺ. എന്ത് റൂട്ട് ഓഫ് എ ബൈ എന്ത് റൂട്ട് ഓഫ് ബി. അതാണ് തേർഡ് ലോ. ഫോർത്ത് ഈസ് എന്ത് റൂട്ട് ഓഫ് എ ദ ഹോൾ റേസ് ടു m. എന്താണ്? എങ്ങനെ എഴുതാം? എന്ത് റൂട്ട് ഓഫ് എ റേസ് ടു 1/n ദ ഹോൾ റേസ് ടു m അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. എ റേസ് ടു m/n എ റേസ് ടു m/n. എന്ത് റൂട്ട് ഓഫ് എ ദ ഹോൾ റേസ് ടു n ആണേലോ എന്ത് റൂട്ട് ഓഫ് എ ദ ഹോൾ റേസ് ടു n. വാട്ട് ഈസ് ഇറ്റ്? നമുക്കറിയാം എ റേസ് ടു എന്ത് റൂട്ട് ഓഫ് എ റേസ് ടു 1/n ആണ്. റേസ് ടു n ദാറ്റ്സ് ഈക്വൽ ടു എ റേസ് ടു 1/n ഇൻറ്റു n. ദാറ്റ് ഈസ് ഈക്വൽ ടു n വെട്ടിപ്പോയി. അപ്പോൾ എ ആണ് ആൻസർ. അതായത് എയുടെ എന്ത് റൂട്ട് എടുത്തിട്ട് എന്ത് പവർ എടുക്കുന്നു. അതായത് ഇതിൻ്റെ എന്ത് റൂട്ട് എടുത്തിട്ട് അതിൻ്റെ അതേ ക്രിയയുടെ ഓപ്പോസിറ്റ് ക്രിയ അല്ലേ? എന്ത് പവർ എന്ത് റൂട്ട് എടുത്തിട്ട് ഒരു സംഖ്യയുടെ എന്ത് റൂട്ട് എടുത്തിട്ട് അതിൻ്റെ എന്ത് പവർ എടുത്താൽ ആ നമ്പർ തന്നെ കിട്ടുന്നു എന്നുള്ളതാണ് ഈ ആശയം. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ലോസ് ഓഫ് സൈഡ്സ് ആണ് പഠിച്ചത്. അപ്പോൾ അതിനു മുമ്പ് ലോസ് ഓഫ് ഇൻഡിസസ് നമ്മൾ ഓർമ്മിച്ചു. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.